ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമ്മുഖമേ നിങ്ങളെ ഏവരെയും വളരെ വിനീതമായി സ്നേഹത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത 8 മാർച്ച് 2026. ഈ മാസത്തെ 8-ാമത്തെ ദിവസം, ഈ വർഷത്തിലെ 67-ാമത്തെ ദിവസം, നോമ്പിലെ 4-ാം ഞായറാഴ്ച, ആരാധന വർഷത്തിലെ 19-ാം ഞായറാഴ്ച, വലിയ നോമ്പിലെ 22-ാമത്തെ ദിവസം, കനാന്യ സ്ത്രീയുടെ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്ന ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ എവൻഗലിയോൻ മേശയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വേദഭാഗങ്ങൾ ആണ്. ഉറച്ച വിശ്വാസത്തോടും അത്ര തന്നെ ഉറപ്പുള്ള സ്ഥിരോത്സാഹത്തോടും കൂടി കർത്താവിനെ പ്രീതിപ്പെടുത്തിയ കനാന്യ സ്ത്രീയുടെ മാതൃക ആണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ എന്നും മുതൽക്കൂട്ടായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എവൻഗലിസ്തായുടെ സുവിശേഷം 7-24 മുതലുള്ള വാക്യങ്ങളിലും അവളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനമുണ്ടായതിനെ കുറിച്ച് വിവരിക്കുന്നതായി നമുക്ക് ഏവർക്കും കാണുവാൻ സാധിക്കുന്നു. സ്വന്തം മകൾക്ക് ഭൂതോപദ്രവം കലശലായിരിക്കുന്നു. ശ്രുതിഭംഗം വന്ന ജീവിതമാണ് അവളുടേത്. താളം തകർന്ന് പോയ ഒരു ജീവിതം, ഇരുൾ നിറഞ്ഞ ഒരു ജീവിതം. യേശുവിനെ, തൻ്റെ പുത്രിയെ സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന് അവളുടെ വിശ്വാസം, അവളുടെ ഉറപ്പ് ആണ് അവളുടെ നിരന്തരമായ അപേക്ഷയുടെ പുറകിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ജീവിതത്തിലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മക്കളെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവസംസർഗത്തിലും വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം എപ്പോഴും ഓർമ്മയിൽ ഇരിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് നമ്മളുടെ മക്കളെ സോഷ്യൽ മീഡിയ എവിടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് നമുക്കറിയില്ല. അവർ എന്താണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതെന്ന് നമുക്കറിയില്ല. അവർ അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല. ഇന്നത്തെ കാലമെന്ന് പറയുന്നത് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുള്ള കാലം, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുള്ള കാലം. ഇതൊക്കെയും നാം മനസ്സിലാക്കി വളരെ ഉത്തരവാദിത്വത്തോടുകൂടി അവരെ ദൈവ സംസർഗത്തിലും പ്രാർത്ഥനയിലും വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം എപ്പോഴും മാതാപിതാക്കൾക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ കപ്പിൾസ് മനസ്സിൽ വിചാരിക്കേണ്ടതായ ഒരു വേദഭാഗ്യമുണ്ട്. ആ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം 6-ാം വാക്യമാണ്. അതിൽ പ്രകാരം പറയുന്നു, ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അതിൽ നിന്നും വിട്ടുമാറുകയില്ല എന്ന്. നാം അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മുടെ കുഞ്ഞിനെ വളർത്തുവാൻ ആരംഭിക്കുന്നത് തന്നെ. ഈ വേദഭാഗത്തേക്ക് നിന്നും നമുക്ക് ലഭിക്കുന്നത് 3 കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒന്നാമത്തത്, കനാന്യ സ്ത്രീ കുറഞ്ഞു പോകാത്ത വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകയാണ്. കർത്താവിലുള്ള വിശ്വാസം ഏറ്റവും വിലയേറിയതാണ്. ശുദ്ധീകരണത്തിനായി കർത്താവിനോട് യാചിച്ചവരുടെ സംഘത്തിൽ ഉൾപ്പെട്ടവരാണ് നാം. അതിലൊന്നാമത്തത്, കനാന്യ സ്ത്രീ കുറഞ്ഞു പോകാത്ത വിശ്വാസത്തിന്റെ ഉദാത്ത മാതൃകയാണ് എന്ന് നാം കണ്ടു. സോർ സീദോൻ പ്രദേശങ്ങളിൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തെക്കാൾ കൂടുതലായി അന്യജാതിക്കാർ വസിച്ചുകൊണ്ടിരുന്ന ഇടങ്ങൾ ആയിരുന്നുവെന്ന് നാം ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവിടെ നിന്നും വന്നതായ കനാന്യ സ്ത്രീ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നാണ്. നാം അത് കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നമുക്കും അങ്ങനെ ഉരുവിടുവാൻ ദൈവം അനുഗ്രഹിക്കും. നമുക്ക് നല്ല മനസ്സുമുണ്ടാകും. യേശു ആവർത്തിച്ച് അവഗണിച്ചിട്ടും നിരസിച്ചിട്ടും അവൾ കർത്താവിനെ പിന്തുടർന്നു. അവളെ പറഞ്ഞേക്കണമേ എന്ന് സ്വന്തം ശിഷ്യന്മാരും അവനോട് പറയുന്നു. അതും യേശു സ്വീകരിച്ചില്ല എന്ന് നമുക്കറിയാം. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന മറുപടിയും അതിലടങ്ങിയിരിക്കുന്ന പരിഹാസവും അവളെ പിന്തിരിപ്പിച്ചില്ല. മേശമേൽ നിന്ന് വീഴുന്ന അപ്പം തിന്നുന്ന നായ്ക്കുട്ടിയെങ്കിലും
ആയാൽ മതിയെന്ന് അവൾ ആഗ്രഹിച്ചു. ഉത്തമ വിശ്വാസത്തിൽ നിന്നും ഉടലെടുത്ത ഈ ബോധ്യത്തെ കർത്താവ് ആദരിക്കുന്നു. അവളുടെ പുത്രി സൗഖ്യം പ്രാപിക്കുന്നു. ഏത് സാഹചര്യത്തിലും ആയിക്കൊള്ളട്ടെ, ഉത്തമ വിശ്വാസത്തോടെ അവനെ പിന്തുടരുന്നവർക്ക് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയായി ലഭിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. രണ്ടാമത്തേത്, കർത്താവിലുള്ള വിശ്വാസം ഏറ്റവും വിലയേറിയത്. കർത്താവിലുള്ള വിശ്വാസം ഏറ്റവും വിലയേറിയതായി കരുതുവാൻ നാം കടപ്പെട്ടവരാണ്. നമ്മുടെ പിതാക്കന്മാർ സ്വന്തം ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതും ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തവുമായിരുന്നു. അനന്യാസ്ത്രീയുടെ വിശ്വാസം ഉറച്ചതായിരുന്നു. മനുഷ്യപുത്രന് തന്റെ മകളെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് അവൾ വിശ്വസിച്ചു. അത് അവൾക്ക് സാധിച്ചു കിട്ടി. ഈ വലിയ നോമ്പ് നാളുകളിൽ അനന്യാസ്ത്രീയുടെ വിശ്വാസം, വിനയം, നിരന്തരമായ പ്രാർത്ഥന എന്നീ സുഹൃതങ്ങൾ പിന്തുടരുന്നതിന് ഓരോ വിശ്വാസിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തേത്, ശുദ്ധീകരണത്തിനായി കർത്താവിനോട് യാചിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ടവരായിരിക്കണം നാം ഓരോരുത്തരും. നമ്മുടെ ആരാധനകളിൽ പൊതുവായും നോമ്പുകാലത്ത് പ്രത്യേകിച്ചും കർത്താവിന്റെ പക്കൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി യാചിക്കുന്നവർ ആണ് നാം ഓരോരുത്തരും. അങ്ങനെ യാചിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ടാവും. കർത്താവാണ് നമ്മുടെ ശക്തിയും ബലവും എന്ന് നാം തിരിച്ചറിയണം. ദൈവത്താൽ നേടുന്ന വിജയമാണ് ശാശ്വതം. അതുകൊണ്ട് തന്നെ സഭയൊന്നാകെ കർത്താവിന്റെ കൃപയ്ക്കായി യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സദറ നോക്കിയാൽ കാണാം, ഞായറാഴ്ച പ്രഭാതം. കർത്താവേ, ഞങ്ങളുടെ പക്കലേക്ക് ചെവി ചായ്ച്ച് നിന്റെ ഇടവകയുടെ നിലവിളി കേൾക്കണമേ. നിന്റെ നീതി ഞങ്ങളുടെ കുറ്റങ്ങളെ സൂക്ഷിക്കരുതേ. നിന്റെ കോപം ഞങ്ങളിൽ ശക്തിപ്പെടരുതേ. നിന്റെ ദാസന്മാരുടെ സങ്കടം കേൾക്കണമേ. നിന്റെ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. നിന്റെ ദയ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ പ്രവേശിക്കണമേ. കരുണയുള്ള വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് അതിൽ കാണുവാൻ സാധിക്കും. കർത്താവിൽ നിന്നുള്ള പാപക്ഷമയ്ക്കും നമ്മുടെ രൂപാന്തരത്തിനുമായി വിശ്വാസപൂർവ്വം നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആ കനാന്യ സ്ത്രീയുടെ അചഞ്ചലമായ വിശ്വാസം പോലെ, ആ പക്ഷവാത രോഗിയെ കൊണ്ടുവരുന്നവരുടെ വിശ്വാസ ദൃഢത പോലെ, ആ കുഷ്ഠരോഗിയുടെ ദൈവകൃപയെ കുറിച്ചുള്ള ബോധ്യം പോലെ, കാനാവിലെ കല്യാണത്തിന് സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞതുപോലെ നമുക്കും നമ്മുടെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവങ്കിലേക്ക് നോക്കാം. നാം പ്രകാശിതരാകാതിരിക്കുകയില്ല. ഈ വലിയ നോമ്പിലെ 4-ാം ഞായറാഴ്ച ഇന്ന് നാം നമ്മെ തന്നെ തിരുത്തി ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് നമുക്ക് ഒരു ആത്മീയ തീർത്ഥാടനമായി നയിക്കത്തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നല്ല ഞായറാഴ്ച നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.